നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. ആധാർ കാർഡിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 35-40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒരുപാട് ആളുകൾക്ക് വീണ്ടും സംശയമാണ്, ആധാർ കാർഡ് എപ്പോഴാണ് പുതുക്കേണ്ടത്, ആധാർ കാർഡിലെ ഫോട്ടോ എങ്ങനെയാണ് മാറ്റേണ്ടത്, ആധാറിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് വീണ്ടും നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റുന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ഏകദേശം 15-20 വർഷം മുമ്പായിരുന്നു നമ്മൾ ആധാർ കാർഡ് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ പഴയ ഫോട്ടോ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. പിന്നീട് പല പ്രാവശ്യം നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല. നിർബന്ധമായിട്ടും നമ്മൾ ആധാർ കാർഡിലെ ഫോട്ടോ മാറാൻ പ്രത്യേകം ഒരു അപേക്ഷ കൂടി നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഫോട്ടോ മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ആധാറിലെ ഫോൺ നമ്പർ എഡിറ്റ് ചെയ്താലോ ഒന്നും നമ്മുടെ ഫോട്ടോ മാറുകയില്ല. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ മാറാനുള്ള അപേക്ഷ കൂടി നമ്മൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ പ്രത്യേകം മാറുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ആധാർ കാർഡിലെ പേര്. ഇനി അങ്ങോട്ട് ആധാർ കാർഡിൽ പേര് മാറ്റണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. 2025 മെയ് മാസം മുതൽ തന്നെ ഇതിൻ്റെ നിയമങ്ങളെല്ലാം കർശനമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പേര് കറക്റ്റാണ് നമ്മൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇതിലെ ഫോൺ നമ്പർ, ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഒരു മിസ്റ്റേക്ക് വന്ന കാര്യമാണ് ആധാറിലെ ഫോൺ നമ്പറുകൾ. നമ്മൾ സിം എടുക്കുന്ന കടയിൽ നമ്മൾ ആധാർ കാർഡ് കൊടുത്തിരുന്നെങ്കിലും അത് ആധാറും സിമ്മുമാണ് ലിങ്ക് ചെയ്യുക, അല്ലാതെ നമ്മുടെ ആധാർ കാർഡിൽ അത് ലിങ്ക് ആവുകയില്ല, നമ്പർ ലിങ്ക് ആവുകയില്ല. ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ സിം എടുക്കുന്ന സമയം മൊബൈൽ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പ്രൂഫ് കൊടുത്ത് സിം എടുക്കുകയാണ്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അത് നിർബന്ധമായി ചെയ്യണം. അങ്ങനെയല്ല നമ്മൾ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ട മൊബൈൽ നമ്പർ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആധാർ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ നമ്പറാണോ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. പല കാര്യങ്ങൾക്കും ആധാറിലെ OTP വളരെ നിർബന്ധമാണ്. ഈ ഒരു 5 വർഷത്തിന് ശേഷം എടുത്ത ആധാർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 താഴെയുള്ള ആളുകൾക്കെല്ലാം ഇതെല്ലാം കറക്റ്റായി തന്നെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം കറക്റ്റായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നോക്കുന്നുമുണ്ട്. ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്. നിർബന്ധമായിട്ടും പ്രായമുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാറിലെ OTP വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാൻ വരെ അത് കാരണമാകുന്നുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.